ഹായ് കുട്ടീസ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ചും ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റിലെ അടുത്ത പോർഷനായിട്ടുള്ള സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ്. സ്പൈനൽ കോഡ് ബ്രെയിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കിട്ടാത്തവർ ഓൺലൈനിൽ പോയി സമഗ്ര എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്നത്തെ ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടാണ്. കാണുന്നുണ്ടല്ലോ ഫിഗർ. എന്തൊക്കെയാണ് കാണുന്നത്? വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, സെൻട്രൽ കനാൽ, ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്. നമ്മൾ നേരത്തെ ബ്രെയിൻ പഠിച്ച സമയത്ത് തന്നെ വൈറ്റ് മാറ്റർ അവിടെയും വന്നിരുന്നു, ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ടേം അവിടെയും വന്നിരുന്നു, ഇല്ലേ? എങ്ങനെയായിരുന്നു ഒരു പാർട്ട് വൈറ്റും ഗ്രേയും നമ്മൾ ക്ലാസിഫൈ ചെയ്തേ? അവിടെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഒരുപാട് കാണുന്ന പോർഷനായിരുന്നു. കാരണം ഈ മൈലിൻ ഷീറ്റിന് ഒരു ഷൈനി വൈറ്റ് അപ്പിയറൻസ് കളറുണ്ട്. അതുകൊണ്ട് തന്നെ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെട്ടു. ബ്രെയിനിൻ്റെ കേസിൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടായിരുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെട്ടു. ലൈക്ക് വൈസ് നമ്മുടെ സുഷുമ്നാ നാഡി അഥവാ സ്പൈനൽ കോഡിനും ഇത് തന്നെയാണ്. അതായത് വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന പോർഷനിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഒരുപാട് കാണപ്പെടുന്നു, ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഒരുപാട് കാണപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ടിനും, അതായത് ബ്രെയിനിനും സ്പൈനൽ കോഡിനും വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഉണ്ട്. പിന്നെ ഒരു സെൻട്രൽ കനാൽ നിങ്ങൾക്ക് സ്പൈനൽ കോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ സെൻട്രൽ കനാൽ എന്ന് പറയുന്ന പോർഷനുള്ളിനകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിൽ ഉണ്ടായിരുന്നു. ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു ത്രീ ലെയർഡ് ആയിട്ടുള്ള ഒരു ആവരണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ പേരെന്തുമായിരുന്നു? അതെ, മെനഞ്ചസിൻ്റെ 3 ലെയേഴ്സിൻ്റെ ഇടയ്ക്കും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സ്പൈനൽ കോഡിന് ഉള്ളിൽ, അതായത് സെൻട്രൽ കനാലിന് ഉള്ളിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിതിൽ പറയുന്ന 2 പോർഷൻസ് ആണ് ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഞാൻ ഈ പോർഷൻസ് എടുത്ത് പറയുന്നത്, ഫിഗറിന്ന് പോർഷൻസ് എടുത്ത് പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ബയോളജി എക്സാമിന് ഫിഗർ തന്നിട്ട് പോർഷൻസ് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഫിഗർ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒന്നും മനപ്പാടാക്കേണ്ട ആവശ്യമില്ല. ബയോളജി നമ്മുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എവിടാണ് ഗ്രേ മാറ്റർ, എവിടാണ് വൈറ്റ് മാറ്റർ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരുപാട് വലിയ കാര്യമൊന്നും അല്ല ഇത്. കുത്തിയിരുന്ന് വരച്ച് പഠിക്കുക, മനസ്സിലാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി പോർഷനിലോട്ട് കിടക്കാം. ഡോർസൽ റൂട്ടിനെയും വെൻട്രൽ റൂട്ടിനെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോർസൽ റൂട്ട് എന്താണ്, വെൻട്രൽ റൂട്ട് എന്താണ്? കഴിഞ്ഞൊരു സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ 2 ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ 2 പാർട്സ് ആയിരുന്നു ക്രാനിയൽ നെർവസും അതുപോലെ സ്പൈനൽ നെർവസും. ക്രാനിയൽ നെർവസ് 12 ജോഡി അല്ലെങ്കിൽ 12 പെയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതേസമയം സ്പൈനൽ നെർവസ് 31 പെയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഒരു പെയർ എന്ന് പറയുന്ന 2 നെർവ്സ് ആയിരിക്കുമല്ലോ വരുന്നത്. ഇതിൽ ഒരു നെർവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു സ്പൈനൽ നെർവ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേരുമ്പോഴത്തേക്കാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവാണ് നമുക്കുള്ളത്. അത് അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് ഈ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് വരുന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. സ്പൈനൽ കോഡ് ഇസ് ദി കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ നമ്മുടെ ബ്രെയിനിൻ്റെ പോർഷനാണ്. ബ്രെയിൻ ഡിസ്കസ് ചെയ്ത സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ പോർഷൻസിനെയും കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ സെഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ on the basis of indicators analyze illustration 1.8 in description and prepare notes in your science diary. ഓക്കെ, അത് നമുക്ക് നോക്കാം. സ്പൈനൽ കോഡ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്? സ്കള്ള് വെച്ചിട്ട്. അതുപോലെ
അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സ്പൈനൽ കോഡ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല് കൊണ്ടിട്ടാണ്. ഓക്കെ, ലൈക്ക് ദി ബ്രെയിൻ ദ സ്പൈനൽ കോഡ് ഈസ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. ബ്രെയിനിനെ പോലെ നമ്മുടെ സ്പൈനൽ കോഡിനും മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ കവറിങ് ഉണ്ട്. Central canal seen in the center of the spinal cord is also filled with cerebrospinal fluid. സെൻട്രൽ കനാൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. അവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇൻ ദി സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഇസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇസ് സീൻ ഇൻസൈഡ്. നമ്മുടെ സ്പൈനൽ കോഡ് വരുന്ന സമയത്ത് വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് പോർഷനിലും ഫിഗർ കാണുന്നുണ്ടല്ലോ, വൈറ്റ് മാറ്റർ ഔട്ട്സൈഡും ഗ്രേ മാറ്റർ ഇൻസൈഡുമാണ് ഇരിക്കുന്നത്. സെൻട്രൽ കനാലിന് ചുറ്റും ഗ്രേ മാറ്റർ ആണ്, അത് കഴിഞ്ഞിട്ടാണ് വൈറ്റ് മാറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ. എക്സാംസിന് ചോദിച്ച് കാണുന്നുണ്ട് സ്പൈനൽ കോഡിൽ എവിടെയാണ് വൈറ്റ് മാറ്റർ, അതുപോലെ തന്നെ എവിടെയാണ് ഗ്രേ മാറ്റർ ഇരിക്കുക എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെയർ ക്വസ്റ്റ്യൻ ആണ്, കോമൺ ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ 1-2 മാർക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ A+ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, വൈറ്റ് മാറ്റർ സ്പൈനൽ കോഡിൽ ഔട്ട്സൈഡും ഗ്രേ മാറ്റർ ഇൻസൈഡും ആണ്. പിന്നെ ബാക്കി പറയുന്നത് there are 31 pairs of spinal nerves arising from the spinal cord. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 31 pairs of spinal nerves നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നുണ്ട്. A dorsal root and a ventral root join to form a spinal nerve. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേരുമ്പോഴാണ് ഒരു സ്പൈനൽ നെർവായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള 31 പെയർ സ്പൈനൽ നെർവ്സ് ആണ് നമ്മുടെ സ്പൈനൽ കോഡ് അറൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഇമ്പൾസസിനെ കുറിച്ച് പഠിച്ച സമയത്ത് സെൻസറി ഇമ്പൾസസും മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺസിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പം ആ സെഷൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാ സെഷൻസിൻ്റെയും ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കാം, സെൻസറി ഇമ്പൾസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. സെൻസറി ഇമ്പൾസസ്, അതുപോലെ തന്നെ മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. സെൻസറി ഇമ്പൾസസ് എന്ന് പറയുന്ന ഇമ്പൾസസിന് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ വന്ന സമയത്ത് നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് ആ സ്റ്റിമുലൈ കാരണമുള്ള ഇമ്പൾസസ് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്, ഒരു നെർവിൻ്റെ ഡോർസൽ റൂട്ട് വഴിയാണ്. ഈ സ്പൈനൽ കോഡ് അത് ബ്രെയിനിലേക്ക് പോകും. ഓക്കെ, മോട്ടോർ ഇമ്പൾസസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി നമ്മുടെ ബോഡി പാർട്സിലേക്ക് പോകുന്ന ഇമ്പൾസസ് ആണ്. ആ ഇമ്പൾസസ് ബ്രെയിൻ വഴി പിന്നെ സ്പൈനൽ കോഡ് എത്തി, എന്നിട്ട് അതിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് പുറത്ത് പോകുന്നതെന്ന് പറയുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതി പഠിക്കണം. ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ഇമ്പൾസസ് സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. അതേസമയം നമ്മുടെ ബ്രെയിനിൽ നിന്ന് മോട്ടോർ ഇമ്പൾസസ് സ്പൈനൽ കോഡ് വഴി ബോഡി പാർട്സിലേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് ബോഡിയുടെ പല ഭാഗത്തുണ്ടാകുന്ന സ്റ്റിമുലസ് കാരണം ഉണ്ടാകുന്ന ഇമ്പൾസസ് സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി നമ്മുടെ ബോഡിയിലേക്കും പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതായത് ബ്രെയിനിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിന് റെസ്പോൺസ് ആയിട്ട് ബ്രെയിൻ എന്താണ് തരുന്ന ഇമ്പൾസ് അത് ബോഡി പാർട്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്പൈനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. അപ്പോൾ നമ്മുടെ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഉള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. പിന്നെ ഇവിടെ തന്നേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ്. എപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ വായിക്കുക, സെഷൻ കാണുക, ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതിനുശേഷം ഫിഗർ അനലൈസ് ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിന് നിങ്ങൾക്ക് സ്വയം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ് എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല മെനിഞ്ചസ് ലെയർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഫോർമേഷൻ ഓഫ് ദ സ്പൈനൽ നെർവ്സ്, 31 പെയർ സ്പൈനൽ നെർവ്സ് നമ്മുടെ സ്പൈനൽ കോഡിന് അറൈസ് ആവുന്നുണ്ട്. ഓരോ നെർവും ഫോം ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ്. അപ്പോൾ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. വെൻട്രൽ റൂട്ട് ആണെങ്കിൽ ബ്രെയിനിലെ മോട്ടോർ ഇമ്പൾസസിനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ്.
അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദി സ്പൈനൽ കോഡാണ്. ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഇമ്പൾസസിനെ എത്തിക്കുക, ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ എത്തിക്കുക, ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ മൂവ്മെൻറ്റ്, അതായത് നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഉള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും സ്പൈനൽ കോഡാണ്. പിന്നെ വേറൊരു കാര്യം ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഒരു ന്യൂ ബോൺ ബേബി, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ അഡൾട്ട് ആയിട്ടുള്ള ഒരാളുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ പകുതി വരെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ വെർട്ടിബ്രൽ കോളം വളരും, പക്ഷേ സ്പൈനൽ കോഡ് വളരത്തില്ല. This is because the spinal cord does not grow in proportion to the growth of the vertebral column. അതാണ് അതിൻ്റെ റീസൺ. ഒരിക്കലും ആദ്യം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പൈനൽ കോഡിൻ്റെ ലെങ്ത് മാത്രമേ അഡൾട്ട് ആവുന്ന, അതായത് മെച്യൂർ ആവുന്ന വലിയൊരു വ്യക്തിയാകുന്ന സമയത്ത് നമുക്ക് ലെങ്ത് അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ വെർട്ടിബ്രൽ കോളം വളരും. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ ഈ സ്പൈനൽ കോഡിനെ ഡിസ്കസ് ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോ സെഷനായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു റിവിഷൻ പാറ്റേൺ പോലെ ഒരു ചാപ്റ്ററിനെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ ഓരോ പോർഷൻസ് നമ്മൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഫീൽ ഫ്രീ ടു ആസ്ക്, എന്ത് വേണം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്, നമുക്ക് ഈസി ആയിട്ട് A+ മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. സോ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പഠിക്കും. സോ ബൈ.